welcome back to my channel. I know it's been ages since I sat down and spoke to you guys. Today I thought why not shoot an informative video for you. So past few years I've been going through this orthodontic treatment to get my teeth aligned. I had overcrowded lower jaw. ഫോർ മീ ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്യണമെന്ന് ചിന്തിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി പ്രൊട്രൂഷൻ തോന്നുന്നുണ്ടായിരുന്നു. ലൈക്ക് മൈ അപ്പർ ജോ ഐ യൂസ് ടു തിങ്ക് അത് ഇച്ചിരി പ്രൊട്രൂട്ടഡ് ആണ്, പുറത്തോട്ട് ഉന്തി നിൽക്കുന്ന ഒരു അങ്ങനെയാണെന്നുള്ള രീതിയിൽ എനിക്കൊരു ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ കുറവായി തുടങ്ങിയപ്പോഴാണ് ഐ തോട്ട് വൈ നോട്ട് കൺസൾട്ട് സംവൻ. നമുക്ക് യു കെയിൽ അതെടുക്കാൻ ചിന്തിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. യോ ക്ലിയർ അലൈനേഴ്സ് ആയിരുന്നു എൻ്റെ മെയിൻ ഫോക്കസ്. ബിക്കോസ് നമ്മുടെ മെറ്റാലിക് ബ്രേസസ് നമുക്കിവിടെ ടൈറ്റ് ചെയ്യണമെങ്കിലും നല്ല പൈസയാണ്. ലൈക്ക് മെറ്റാലിക് ബ്രേസസ് ഓഫ് കോഴ്സ് ചീപ്പറാണ്, പക്ഷേ നോട്ട് വെരി ഫീസിബിൾ. ഐ മീൻ കഴിക്കാനും എടുക്കാനും മുറിയാനും ഒക്കെ ഉള്ള കുറേ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് വെരി ഷുവർ ദാറ്റ് ഐ നീഡ് clear aligners, and അതിനു വേണ്ടി I asked someone. So I asked Karun Chetan. He's one of my chetins from Patramditta. So he was like, you can consult Dr. Shine's clinic in Patramditta, of course. So I went in for a consultation one fine day, and he's like, your main problem is not the protrusion. The protrusion is because your lower jaw, I mean ഇവിടുത്തെ പല്ലെല്ലാം overcrowded ആണ്. ഞാൻ പഴയ ഒരു ഫോട്ടോ എവിടെയെങ്കിലും പോപ്പപ്പ് ചെയ്യാം എന്ന് വെച്ചാൽ താഴെ ഉള്ളിലൊരു പല്ലിങ്ങനെ കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു അകത്തുനിന്ന്. അപ്പം അതിന് സ്ഥലമില്ലാതെ അത് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കിന് എൻ്റെ ഫ്രണ്ടിലെ പല്ലിങ്ങനെ ഉന്തി അങ്ങനെ അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബൈറ്റ് ആൻഡ് എവറിത്തിങ് വാസ് ഫൈൻ. ബട്ട് ദെൻ ഹി വാസ് ലൈക്ക് അകത്തെ പല്ല് അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ലൈക്ക് ബ്രഷ് എടുത്താതെ ഒക്കെ അത് ഡീകേ ആകാം, പ്രശ്നങ്ങൾ വരാം, ലൈക്ക് കോംപ്ലിക്കേഷൻസ് വരാം ഇൻ ഫ്യൂച്ചർ. സോ ഹി വാസ് ലൈക്ക് better to get rid of it. So I was like, okay, let's go with it. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്. I have seen a lot of celebrities do these aligners ഇങ്ങനെ ആഡ്സ് ചെയ്യാറുണ്ട്. മീൻസ് ഓൺലൈൻ കൺസൾട്ടേഷനും കാര്യങ്ങളും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒരു വീഡിയോസിലും അവരുടെ ആഫ്റ്റർ കണ്ടിട്ടില്ല. സോ ഐ വാസ് വെരി ഷുവർ ദാറ്റ് ഇഫ് അറ്റ് ഓൾ ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് വീഡിയോ ഐ എം ഗോയിങ് ടു ഡു ഇറ്റ് ടുവേർഡ്സ് ദി വെരി എൻഡ് ഓഫ് മൈ ട്രീറ്റ്മെൻറ്റ്. ലൈക്ക് ഞാൻ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ റിസൾട്ട് കാണിച്ചിട്ട് ആ വീഡിയോ ഉണ്ടാക്കുന്നതിനകത്തിൽ പോയിന്റുള്ളൂ. അല്ലാണ്ട് ഞാൻ കൺസൾട്ട് ചെയ്തു, ഞാൻ അലയൻസ് എനിക്ക് കിട്ടി എന്ന് വെച്ച് കാണിക്കുന്നവരെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്, പക്ഷേ വെച്ചിട്ട് എന്തോ റിസൾട്ട് കിട്ടിയെന്നുള്ളത് കാണിച്ചവരെ ഞാൻ ഒത്തിരി കുറവാണ് കണ്ടേക്കുന്നത്. ഐ ടേക്ക് യു ത്രൂ മൈ ജേർണി. ഐ മീൻ ആദ്യം എന്തോ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ അടുത്ത് ബേസിക്കലി പോയത്. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഡോക്ടർ എന്നെ കൺസൾട്ട് ചെയ്തു, എൻ്റെ ബൈറ്റൊക്കെ ചെക്ക് ചെയ്തു, ഇറ്റ് വാസ് നൈസ്. പക്ഷേ ഈ ഒരു പല്ലിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് എന്നെ പല്ല് അത് എടുത്തതിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടേക്കാം. അന്നേരം നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. വിച്ച് മീൻസ് ഐ ഹാഡ് എ ഇയർ വിത്ത് മീ ടു ഡു ദിസ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പം ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ അത് പെട്ടെന്ന് തീർന്നേനെ, ലൈക്ക് 6 months തീർന്നേനെ. പക്ഷേ ഞാൻ എനിവേ നാട്ടിൽ പോകുന്നില്ലായിരുന്നു. സോ ഐ ടുക്ക് മൈ ഓൺ സ്വീറ്റ് ടൈം. അപ്പം ഞാൻ ഒരാഴ്ചയുടെ സ്ഥലത്ത് 2 ആഴ്ച 3 ആഴ്ച ഒക്കെ ഇട്ടു. അതാണ് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഫ്ലെക്സിബിലിറ്റി. ഇപ്പം എപ്പോഴും നമുക്ക് പോയി കാണേണ്ട കാര്യമില്ല. നമുക്ക് തന്നേക്കുന്ന ട്രേ നമ്മൾ ഡിസിപ്ലിൻഡായിട്ട് ഇടണം എന്നുള്ള റെസ്പോൺസിബിലിറ്റിയെ നമുക്കുള്ളൂ. അല്ലാണ്ട് നമുക്കിത് ടൈറ്റൻ ചെയ്യാനോ എവറി മന്ത് നമുക്ക് പോയി കൺസൾട്ട് ചെയ്യേണ്ടതൊന്നും അങ്ങനെ കാര്യമില്ല. അപ്പം അബ്രോഡ് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു. എൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് ട്രേസ് കൊണ്ടുവന്നു, ഇട്ടു, ഫിനിഷായി. നെക്സ്റ്റ് ടൈം പോയി phase 2 കയറി അങ്ങനെയൊക്കെ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ ഡോക്ടറെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ആ ഒരു ഗ്യാപ്പ് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, ആ ഗ്യാപ്പ് ഇല്ല. അപ്പം ആ ഒരു ഗ്യാപ്പ് ഒരുമാതിരി നെഗുന്ന വന്നപ്പോൾ ഐ വാസ് ലൈക്ക് ഓ ദിസ് വർക്ക്സ്. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ ലെറ്റ്സ് മേക്ക് എ വീഡിയോ. ഐ മീൻ ഐ ജസ്റ്റ് വോണ്ട് ടു ഷെയർ ദിസ് ഇൻഫർമേഷൻ. അപ്പം ഞാൻ ലാസ്റ്റ് ടൈം അറൗണ്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഈ പ്രൊസീജിയർ ജസ്റ്റ് ഇച്ചിരി ഒന്ന് നമുക്ക് ആക്ച്വലി ആൾക്കാരെ കാണിക്കാം. അപ്പം അവർക്കൊരു ഇച്ചിരി ഐഡിയ കിട്ടുമല്ലോ ഇതെന്തുവാ ക്ലിയർ അലൈനേഴ്സ്, വാട്ട് ഗോസ് ഓൺ ബിഹൈൻഡ് ഇറ്റ്, ലെറ്റ്സ് ഡു എ വീഡിയോ അബൌട്ട് ഇറ്റ്. ആൻഡ് ഹി വാസ് ലൈക്ക് ഓക്കെ. ഹി വാസ് ലൈക്ക് വെരി സപ്പോർട്ടീവ് ഓഫ് ഇറ്റ് ആൻഡ് ദെൻ allowed me to shoot in his clinic. അപ്പോൾ സെക്കൻഡ് ഫേസ് അറൗണ്ട് വന്നപ്പോഴാണ് ഞാൻ കൂടുതലും വീഡിയോസ് എടുത്തത്. പക്ഷേ ഫസ്റ്റ് ഫേസിൽ അവരുടെ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളും ഒക്കെ എടുക്കും. ലൈക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവർ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് ഇഫ് അറ്റ് ഓൾ നമുക്കൊരു നോർമൽ കേസാണ്, ലൈക്ക് അലൈനേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കേസാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് അവർ നമുക്കൊരു എക്സ്റേ പറയും. നമ്മുടെ ടീത്തിൻ്റെ ലൈക്ക് ജോയിൻ്റെ എക്സ്റേ പറഞ്ഞിട്ട് അത് വെച്ച് അവർ
അവർ ഡിസൈഡ് ചെയ്യുമായിരിക്കും. ലൈക്ക് അത് കഴിഞ്ഞിട്ട് അവർ ഈച്ച് ടൂത്തിൻ്റെ സ്കാൻ ചെയ്യും. അത് നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനും എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചത് ഞാൻ സ്ക്രീനിൽ ഇട്ടേക്കാം. അവർ ഈച്ച് ആൻഡ് എവറി ടൂത്ത് സ്കാൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് സ്കാൻ ചെയ്ത്, അപ്പോൾ അത് മൾട്ടിപ്പിൾ ടേക്സ് അവരെടുക്കും. ബിക്കോസ് അവർക്കൊരു തുള്ളിയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ അവർക്കത് പറ്റത്തില്ല. ബിക്കോസ് ഇത് അനുസരിച്ചാണ് നമ്മളൊരു മോഡൽ ഉണ്ടാക്കുന്നത്, നമ്മുടെ മോൾഡ് ഉണ്ടാക്കുന്നതും പിന്നെ അലൈനേഴ്സ് ഡിസൈൻ ചെയ്യുന്നതും. അതൊക്കെ ഒരു സോഫ്റ്റ്വെയറിൽ ഇട്ടാണ് ചെയ്യുന്നതെന്നാണ് ഡോക്ടറിനോട് അന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ടുവേർഡ്സ് മൈ ലാസ്റ്റ്, അപ്പോൾ എൻ്റെ ലോവർ ജോയിൻ്റെ ലാസ്റ്റ് അലൈനറിലും അപ്പർ ജോയിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് അലൈനറിലുമാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. അപ്പം അലൈനേഴ്സ് ലുക്ക് ലൈക്ക് ദിസ്. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല. അവർ പിന്നെ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഇത് അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറയും. ഇത് നിങ്ങൾക്ക് സൂമിൻ ചെയ്ത് കണ്ടാൽ, അല്ലെങ്കിൽ എന്നെ പേഴ്സണലി കാണുന്നവർക്ക് കുറേ പേർക്ക് അറിയാം. ചിലവരൊക്കെ എന്നോട് പറയാം പല്ലിൽ അരിമണി വെച്ചേക്കുവാന്ന്. അരിമണി വെച്ചേക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിന് നല്ലൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ എല്ലാ പല്ലിലും ഇങ്ങനെ ഒരു പല്ലിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു എക്സ്ട്രാ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതിന് ചിലവർ ബട്ടൺസ് എന്നും പറയും, അല്ലെങ്കിൽ അതിന് എനിക്കൊന്ന് അറ്റാച്ച്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പല്ലിനെ ഉന്തുന്നത് ഇത് വെച്ചിട്ട്. ലൈക്ക് ദിസ് ഹെൽപ്സ് ഇൻ മൂവിങ് യുവർ ടീത്ത്. നമ്മൾക്ക് വേണ്ടിയ മൂവ്മെൻറ്റ് അനുസരിച്ചുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ സെറ്റ് മാറുമ്പോഴത്തേക്കും ഒരു സെറ്റ് ഇടുന്നത് ഓൾമോസ്റ്റ് 10 to 12 ഡേയ്സിൻ്റെ ഡ്യൂറേഷനാണ് നമ്മൾ ആക്ച്വലി ഇടേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി വോൺ ഫോർ അറ്റ്ലീസ്റ്റ് 20 to 22 hours a day. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴും ഒക്കെ മാത്രം നമുക്ക് ഊരിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ കൈ പിടിച്ചൊഴിക്കുക, ഞാൻ ഇട്ടിട്ട് സംസാരിക്കാം. ഇത്ര ഈസിയാണ്. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് നമുക്ക് ഊരുക, ക്ലീൻ ചെയ്യുക, അതിൻ്റെ കേസിൽ വെച്ചിട്ട് അടയ്ക്കുക. പിന്നെ ഇട്ടേക്കുന്നത് കാണത്തില്ല. അതാണ് മെയിൻ പ്ലസ് പോയിന്റ്. നമ്മൾ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ എൻ്റെ സ്പീച്ചിന് ഇച്ചിരി ഒരു അല്ലേ തന്നെ പ്രശ്നമാണ്. അപ്പം ഇത് ഇടുമ്പോഴത്തേക്കും ഇച്ചിരി ഞാൻ കോൺഷ്യസ് ആണ്, ലൈക്ക് എന്തോ ഒരു വശപ്പുറത്തേക്ക്. പക്ഷെ അതർവൈസ് നോബഡി എൽസ് വുഡ് നോട്ടീസ് ഇറ്റ്. തൽക്കാലം ഞാനൊന്ന് ഊരി വെച്ചു, ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി. അപ്പം ഇതായിരുന്നു എൻ്റെ ജേർണി ഓഫ് ടീത്ത് അലൈൻമെൻറ്റ്, ആൻഡ് ഐ എം ക്വൈറ്റ് ഇംപ്രസ്ഡ്. ഐ മീൻ you can see the change for yourself. This is not at all a sponsored video. I have paid for the treatment. നമ്മുടെ പോക്കറ്റിൽ നിന്ന് തന്നെയാണ്, നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. പക്ഷേ ഐ വാണ്ടഡ് അതേഴ്സ് ടു നോ, ലൈക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം ടു ലേറ്റ് ആയെന്ന് തോന്നിയ ആൾക്കാർ കാണും. ലൈക്ക് ഞാനിപ്പം കൊച്ചൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്നാലും അങ്ങനെ നമുക്ക് ചെയ്യാം. ലൈക്ക് നമ്മൾ ബ്രേസസ് ഇടേണ്ട പ്രായം കഴിഞ്ഞു, അത് 17 yearsലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് ഏജിലും ചെയ്യാം. അപ്പം ഈ ഒരു അവയർനെസ് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വെച്ചാൽ എന്നാൽ ഒരു വീഡിയോ ചെയ്തേക്കാം. അപ്പം അങ്ങനെയൊക്കെ ആണ് എൻ്റെ ഒരു അലൈനർ ജേർണി. ഞാൻ ഒത്തിരി കാലമായി ഇങ്ങനെ ഇരുന്നൊന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ യൂഷ്വലി ട്രെയിനിനെ പറ്റിയും ബസ്സിനെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഐ ലവ് ഷെയറിങ് മൈ നോളജ് വിത്ത് ഓൾ ഓഫ് യു ഓൾ. അപ്പം ഇപ്പം ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ളായിരുന്നു. അപ്പോൾ ഐ തോട്ട് വൈ നോട്ട് സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക് ടു യു ഗൈസ് അബൌട്ട് ദിസ് വണ്ടർഫുൾ ജേർണി ഐ ഹാഡ് വിത്ത് ഡോക്ടർ ഷൈൻസ് ക്ലിനിക്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന രീതിയിൽ ഒത്തിരി ഡിഫറൻസ് വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ നോട്ടീസ് ചെയ്യുമ്പം. ബിക്കോസ് എൻ്റെ പഴയ വീഡിയോസിൽ ഒക്കെ ഞാനിപ്പം പോയി കാണുമ്പം ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും എൻ്റെ അകത്തെ പല്ല് ഇങ്ങനെ ചിലർക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അത് ഒരു പ്രോബ്ലമായി മാറാം എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കി. അത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം 10 years down the lane അതൊരു പ്രശ്നമായി മാറി. അതും ഫ്രണ്ടിലെ ടൂത്തായിരുന്നു. അപ്പം നമുക്കൊന്നും അതിൽ കളിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എനിവേ ഞാൻ ടൈംലി I got to know about it and I got it fixed. And if you're interested, ഞാൻ ക്ലിനിക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും പോപ്പ് ചെയ്തേക്കാം. ഡു വിസിറ്റ് ഹിം. നല്ല അടിപൊളി സ്റ്റാഫാണ് അവിടുത്തെ. ഓൾമോസ്റ്റ് എല്ലാ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും എല്ലാം എനിക്കറിയാം. ഇപ്പം ഞാൻ ചെല്ലുമ്പോഴത്തേക്കിന് മീൻസ് കമ്പനിയാണല്ലോ. അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഹൂ യു തിങ്ക് നീഡ്സ് എനി സോർട്ട് ഓഫ് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്. അവർക്കൊരു ഹെൽപ്പായിരിക്കും. I shall see you in my next video. Until then, keep smiling and stay blessed. Ta-da!